ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എന്നെയാണ് വിശേഷമൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് എനിക്ക് ഒരു നൈറ്റ് ഓഫ് ആണ്. അപ്പം ഇപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ ഇപ്പോൾ എഴുന്നേറ്റപ്പം ചോറൊക്കെ വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവിടെ പഴമായിരുന്നു. അപ്പോൾ നമ്മൾ പഴം വെച്ചിട്ട് ഇന്നൊരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് അഫ്രിൻ എന്തോ പപ്സൊക്കെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുത്തെ ഓവൻ വർക്കായിട്ടുണ്ട്. അപ്പോൾ പപ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കപ്പം ഇന്നൊരു സ്നാക്സ് ഡേ വ്ളോഗിലേക്ക് പോകാം. പിന്നെ ഗൈസ്, ഞാൻ ഒരു കുഞ്ഞ് ഇൻട്രോ പറയാം എന്നെ പറ്റി. ഞാൻ അങ്ങനെ വലിയ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, കാരണം അത്രയും ചെയ്യാൻ മാത്രം എനിക്ക് അറിയത്തില്ല. ഒരു നെടുനീളം ഇൻ്റർവ്യൂ തരാൻ മാത്രം ആളില്ല ഞാൻ. എൻ്റെ പേര് സാന്ദ്ര എന്നാണ്. വീട് പാലായിലാണ്, കോട്ടയത്ത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ്, ജിദ്ദ. ഹോസ്പിറ്റൽ പേര് അല്ലിത്ത് ജനറൽ ഹോസ്പിറ്റൽ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള കമൻറ്റ് കണ്ടായിരുന്നു. ഇതൊരു ചെറിയ ഹോസ്പിറ്റലാണ്, അത്ര വലിയ ഹോസ്പിറ്റലൊന്നുമല്ല. പിന്നെ എന്താണ്, ഇവിടെ വന്നിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ. പിന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ സംസാരിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്കപ്പം സ്നാക്സ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് പോകാം. എനിക്ക് കുറച്ച് എണ്ണ സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. ഞാനിപ്പോൾ എണ്ണയും പാത്രമൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിനി കിച്ചണിൽ പോകാം. നമുക്ക് റൂമിൽ ഇരുന്ന് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഒരു മെയിൻ കിച്ചണുണ്ട്, ഞാൻ എൻ്റെ ഹോസ്റ്റൽ വ്ളോഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് നമ്മുടെ കിച്ചൺ. സെയിം ബട്ട് ഡിഫറെൻറ്റ്. ചേച്ചി എൻ്റെ വ്ളോഗാട്ടോ ഇത്. അയ്യോ. അപ്പോൾ ഗൈസ്, നമുക്ക് കാണാം. ഇതാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓൾ ഇൻ ഓൾ ജൂബി ചേച്ചി സത്യത്തിൽ ഒരു ഫോട്ടോയിൽ പോലും പോസ്റ്റ് ചെയ്തില്ലാത്ത ആളാണ്. പക്ഷെ ഞാനിപ്പോൾ അറിയാതെ പോയി വീഡിയോ എടുത്തപ്പോൾ പെട്ടുപോയി. ഇനി എന്തായാലും ഞാൻ ഇത് ഇടുമ്പോഴേ അറിയുള്ളൂ വീഡിയോയിലുണ്ടെന്നുള്ള കാര്യം. കയറി നോക്കാം. ഇവളുമാരെ എന്തൊക്കെയോ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾ എന്താ ഉണ്ടാക്കിയത്? ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി വന്ന, പക്ഷെ ഇവളുമാരെന്നെ കൊണ്ട് പഴംപൊരി ഉണ്ടാക്കിക്കുന്നില്ല. അപ്പൊ പഴംപൊരി ക്യാൻസൽ. ഇവളുടെ പപ്സ് കഴിക്കാനാണ് ഇവള് പറയുന്നത്. നമുക്ക് ഇവളുടെ പപ്സ് നോക്കാം. ഇതാണ് അഫ്രിൻ്റെ പപ്സ്. ഇതെൻ്റെ പഴം ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ പഴം ഉണ്ടാക്കാൻ ഒരു സമ്മതിക്കുന്നില്ല. ഇവളാണ് പപ്സ് ഉണ്ടാക്കിയ ആള്. പിന്നെ പഴംപൊരി ഉണ്ടാക്കാൻ സമ്മതിക്കാത്ത ആളും ഇവളാണ്. അടുത്ത് നമ്മൾ ചായ ഉണ്ടാക്കാൻ പോകുവാണ്. അതെ, ഭയങ്കര വിനയമാണ് ഇവർക്കെല്ലാം. ക്യാമറ കാണുമ്പോൾ കുട്ടികളൊക്കെ വേറെ ആൾക്കാരായിട്ട് മാറുന്നുണ്ട് ഓരോ ദിവസം. അപ്പൊ നമുക്ക് ചായയും പപ്സും കഴിക്കാം. ആണ് ഇവിടുത്തെ മെയിൻ ക്ലീനിങ്ങിൻ്റെ ആൾ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ ക്ലീനിങ് ആയിരിക്കും. അതാണ് ഇവളുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ്. വീട്ടിൽ വെച്ചിട്ട് ഒരു മുട്ട പൊരിച്ച പോലെ ശരിയാവാത്ത ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഓരോരോ സാധനങ്ങൾ ട്രൈ ചെയ്ത് ചിലപ്പോൾ സക്സസ് ആവുമായിരിക്കും, ചിലപ്പോൾ ഫെയിലിയർ ആവുമായിരിക്കും. പക്ഷെ നമുക്ക് കഴിക്കണമല്ലോ എന്ന് ഓർത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കും. അതാണ് അതിൻ്റെ സക്സസ്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇവിടുന്ന് ഫുഡ് കിട്ടത്തില്ലെന്ന്. ആക്ച്വലി ഇവിടുന്ന് ഫുഡ് കിട്ടും, പക്ഷേ ഞങ്ങൾക്കത് ഇഷ്ടമല്ല. കാരണം ഞങ്ങൾ ഇവിടുത്തെ ചോറ് മാത്രമേ എടുക്കത്തുള്ളൂ. അവരുടെ സ്റ്റൈലിൽ ഉണ്ടാക്കി തരുന്ന ഫുഡാണ്. അതെപ്പോഴും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചില ഹോസ്റ്റലിലൊക്കെ ഫുഡ് സപ്ലൈ കൊടുക്കും സാധനങ്ങളൊക്കെ. അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത്. അവനിൽ നിന്ന് അതിസാഹസികമായിട്ട് പപ്സ് എടുത്തതാണ്. ഒരാളുടെ കൈ ഇവിടെ പൊള്ളിയിട്ടുണ്ട്. ഭയങ്കര കട്ടിങ്ങായി പോയത്. ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ഇവിടെ ഫുഡ് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ഒരു സോസ് പാനും ആകെ ഒരു പാത്രവും പിന്നെ 2 സ്പൂണൊക്കെ ആയിട്ട് മാത്രമാണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യകതയെപ്പറ്റി മനസ്സിലായത്. ഗൈസ്, നിങ്ങളിപ്പോൾ സൗദിയിലേക്ക് വരാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പാത്രങ്ങളും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം ഇവിടെ എല്ലാ ഹോസ്പിറ്റലിലും തന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഫുഡ് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കണം തോന്നിയാൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഉള്ളത് നല്ലതായിരിക്കും. നമുക്കിവിടെ ഇഷ്ടംപോലെ മല്ലു ഫുഡ്സ് ഒക്കെ കിട്ടും, പക്ഷേ എല്ലാ ദിവസവും പുറത്തുനിന്ന് കഴിക്കുക എന്നുള്ളത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് നമ്മുടെ പപ്സിലേക്ക് കടക്കാം. ഇവൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ പപ്സ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇടാതെയാണ് പപ്സ് ഓവനകത്ത് വെച്ചത്. സോ ഇപ്പോൾ കുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പപ്സ് പാത്രത്തിൽ നിന്ന് വിട്ടു പോരുന്നില്ല, അതാണ് സത്യം. കത്തിയൊക്കെ വെച്ച് കുത്തി എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ സാധനം പുറത്തേക്ക് വരുന്നില്ല. നടക്കില്ല, അത് അതേപടി വെച്ചിട്ട് തിന്നേണ്ടി വരും. നല്ല മണം കൊള്ളുന്നുണ്ട്. എടി, ഇത് പാത്രം പോയടി. അപ്പോൾ ഇനി പാത്രം ഇനി കൊള്ളത്തില്ലോ? അങ്ങനെ തന്നെ നോക്കത്തില്ലടി. നമുക്ക് അടിയിൽ അങ്ങോട്ട് കുത്തിയെടുക്കാണ്.
ഫൈനലി 1 eternity ലേറ്റർ നമ്മൾ എങ്ങനെയൊക്കെയോ സാധനം കുത്തിപ്പൊക്കി എടുത്തിട്ടുണ്ട്. പബ്സിൻ്റെ ലുക്ക് വന്നില്ലെങ്കിലും സാധനത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും സാധനം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ കിട്ടിയാൽ നമ്മൾ തിരിഞ്ഞ് നോക്കത്തില്ലല്ലോ. പക്ഷേ ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നമ്മൾ കഷ്ടപ്പെട്ട ആളത് കഴിച്ചിരിക്കും. പിന്നെ അതിന് കൊടുക്കുന്ന ടേസ്റ്റ് നമുക്ക് തോന്നും. സോ നമ്മൾ അങ്ങനെ ഇപ്പോൾ ആസ്വദിച്ചങ്ങ് കഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ ശുഭപര്യവസാനിക്കുകയാണ്. ഞാൻ 4 മണിയായപ്പോൾ എഴുന്നേറ്റാണ് നൈറ്റ് കഴിഞ്ഞിട്ട്. പിന്നെ എല്ലാ ദിവസവും അങ്ങനെയാണ്, നൈറ്റ് കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കത്തുള്ളൂ. പിന്നെ ചോറുണ്ട്. ഇപ്പോൾ 5 മണിയായപ്പോൾ പിന്നെയും പോയി പപ്സും ചായയും 2 പപ്സ് കഴിച്ചു. അപ്പോൾ എൻ്റെ വയറൊക്കെ ഇപ്പോൾ ഫുള്ളായി. ചെറുതായിട്ട് ചെറുങ്ങനെ ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ടാറ്റാ.